നമസ്കാരം. നമ്മളിന്നേ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാലോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുക. കുറേ ദിവസങ്ങളായി ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് കുറേ ചോദ്യങ്ങൾ വരുന്നു. അപ്പം നമ്മളൊരു ഫാമിലി പോലെ കരുതുമ്പം, അല്ലെങ്കിൽ കുറേ നല്ല കൂട്ടുകാരെന്ന് കരുതുമ്പം നമ്മളതിന് മറുപടി പറയണമല്ലോ. ചില ചോദ്യങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യമാണ്, എന്നാലും ചില ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് പോകാം എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഒരു യാത്ര തുടങ്ങിപ്പോയി. അപ്പം അത് നമ്മൾ നിർത്താനൊന്നും വിചാരിക്കുന്നില്ല, അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോട്ടെ എന്ന് വിചാരിക്കുമ്പം ചില കാര്യങ്ങൾ ചോദിക്കുന്നത് ഒന്ന് അതിന് മറുപടിയൊക്കെ പറഞ്ഞൊന്ന് ക്ലിയർ ചെയ്ത് പോകുന്നതാണ് നല്ലതെന്ന് തോന്നി. അപ്പം അതിനിരിക്കാൻ പറ്റിയൊരു സ്ഥലം തപ്പി നടക്കുവാണ് ഞാൻ. അപ്പം നമ്മൾ കുറേ നാളായിട്ടേ നമ്മൾ കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോഴെല്ലാം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടാണ് കറിവേപ്പില ഇടുന്നത്. അപ്പം നമ്മൾ പറയും നമുക്ക് പറമ്പിൽ കറിവേപ്പിലയില്ല, അതുകൊണ്ട് നമ്മൾ കസിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച് ഫ്രീസ് ചെയ്ത് വെച്ച കറിവേപ്പിലയാണെന്ന് പറയും. അങ്ങനെ നമ്മൾ ഒരു കറിവേപ്പ് നട്ട് പിടിപ്പിച്ച് അത് വളർന്നിട്ടുണ്ട്. ഉണ്ടോ? അങ്ങനെ ഇലയിട്ട് കറിവേപ്പിലയൊക്കെ ആയി. പക്ഷേ ഇപ്പോൾ പറിക്കാൻ പാടില്ലെന്ന് പറയും. ഇത് ജോജിക്ക് പരിസ്ഥിതി ദിനത്തിന് സ്കൂളിൽ നിന്ന് കിട്ടിയ കറിവേപ്പാണ്. ടീച്ചർ കുഴിയെടുത്തു, ഞാൻ കുഴിച്ചു വെച്ചു. എൻ്റെ കൈപ്പുണ്യം കൊണ്ടത് നല്ല കയ്യാന്ന് തോന്നുന്നല്ലേ, അതാണ് അത് അത്രയും വളർന്നു. പിന്നെ വെള്ളവും വളമൊക്കെ ടീച്ചറാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം അതല്ലല്ലോ. ആ Q&A ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ആൻസർ പറയാനായിട്ട് ഇരിക്കാനൊരു സ്ഥലം തപ്പി നടക്കുവാണ് ഞാൻ. അപ്പോൾ നടന്ന് ലാസ്റ്റ് ഈ മൂലയ്ക്ക് വന്നു. ഇതാകുമ്പോൾ നമുക്ക് പശുവിനെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് കുറച്ച് ചോദ്യത്തിന് ഉത്തരം പറയാം. നല്ല ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യനൊക്കെ വരുമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ക്വസ്റ്റ്യനൊന്നും വന്നിട്ടില്ല. വന്ന ക്വസ്റ്റ്യൻ നമ്മളെ ചൊറിയാനായിട്ടും കുറേ കാര്യങ്ങൾ ഇങ്ങനെ വന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ മറുപടി പറയണമല്ലോ. അത് ഞാൻ ഇവിടെ ഒന്ന് കയറി ഇരുന്ന് സെറ്റാവട്ടെ. ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കണ്ടോടാ, എന്ത് രസമാണെന്നുണ്ടോ. ആ വീടിൻ്റെ പടിപ്പുരയും കണ്ടത്തിലോട്ട് ഫേസ് ചെയ്തിട്ടുള്ള ഇരിക്കും കോളവും ചേട്ടാ, വീടിൻ്റെ പടിപ്പുരയൊക്കെ അതിൻ്റെ ഇപ്പുറത്തെ വീട് ആ തെങ്ങ് നിൽക്കുന്നത് എന്ത് രസമല്ലേ. നമ്മുടെ ഇവിടെ ഈ തൂണെ വന്നിരിക്കുമ്പോഴേ സന്ധ്യാസമയത്തിരുന്ന് നല്ല ഭംഗിയാണ്. കണ്ടവും ഒക്കെ കാണാൻ നല്ല ഭംഗി. കഴിഞ്ഞ വർഷം ഇവിടെ നെല്ല് വിതച്ചിരുന്നു, നെല്ലുണ്ടായിരുന്നു. ഈ വർഷം പക്ഷേ ഒന്നുമില്ല. പക്ഷേ ആ സമയത്ത് നന്നായിട്ട് വെള്ളം കയറിയായിരുന്നു. അപ്പോൾ നമ്മളിന്ന് സ്ഥലമൊക്കെ തപ്പിപ്പിടിച്ച് വന്നിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മളൊരു Q&A ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് ക്യൂ ഒന്നുമില്ല, പക്ഷേ ഉത്തരം പറയേണ്ട ഒരു ക്യൂ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അത് കുറേ ദിവസങ്ങളായി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഒക്കെ പേജിൽ ഒരു ക്യൂ കിടന്ന് ഇറങ്ങുന്നു. അപ്പോൾ അതിനാദ്യം നമ്മൾ ചോദ്യം എന്നാന്ന് വെച്ചാൽ ഹസ് എവിടെ എന്നുള്ള ചോദ്യത്തിനാണ് മെയിനായിട്ട് ഉത്തരം പറയേണ്ടത്. ഇപ്പോൾ നമ്മളൊരു ഫാമിലി പോലെ നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റയൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ആൾക്കാർ ചോദിക്കുമ്പോൾ നമ്മൾ എവിടെയെന്നൊരു മറുപടിയെങ്കിലും പറയണമല്ലോ. അത് വിചാരിച്ചിട്ടാണ് അതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്താമെന്ന് വിചാരിച്ചു തന്നെ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഒരു ഉപദേശവും കൂടെ കണ്ടതോടെയാണ് ഞാൻ വിചാരിച്ചത് അതിനൊരു മറുപടി പറയാമെന്ന്. എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർക്ക് മുന്നിൽ പെട്ടെന്നൊരു സർപ്രൈസായിട്ട് ഹസ്ബൻഡിനെ കൊണ്ടുവരണം ചേച്ചി എന്നൊരു കമൻറ്റ് വന്നു. അതിനു മുന്നേ ഞാൻ എൻ്റെ പേര് പറയാം. അപ്പോൾ സീമ മോഹൻ എന്നാണ് എൻ്റെ പേര് കിടക്കുന്നത്. അതിനകത്ത് അത് പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും മോഹനേട്ടൻ എന്തിയെന്നൊക്കെ ചോദിക്കും. മോഹനേട്ടൻ എൻ്റെ ഭർത്താവിൻ്റെ പേരല്ല, അച്ഛൻ്റെ പേരാണ്. ഞാൻ എൻ്റെ ID കാർഡ്, ഒഫീഷ്യൽ നെയിം അങ്ങനെയെല്ലാം കിടക്കുന്നത് സീമ ബിനു എന്നാണ്. ബിനു എന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഫേസ്ബുക്ക് തുടങ്ങിയ സമയത്ത് ഞാൻ സീമ മോഹൻ എന്നിട്ടിട്ട് തുടങ്ങി. അത് കുറേ കാലമായി അതങ്ങനെ കിടന്നു. ഞാനത് മാറ്റിയൊന്നുമില്ല. എനിക്കെൻ്റെ അച്ഛൻ്റെ പേരിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാ എടുത്തപ്പം ജെയ്സനാണ് അത് ക്രിയേറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് തന്നപ്പോഴും ഈ ഫേസ്ബുക്കിൽ കിടക്കുന്ന ID വെച്ചിട്ട് എൻ്റെ മെയിൽ ID അങ്ങനെ കൂട്ടിയിട്ടാണ് അത് വെച്ചിട്ട് തന്നെ അവനത് എടുത്തു തന്നു. അതങ്ങനെ പോയി. അപ്പോൾ ആ സമയത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇൻസ്റ്റ തുടങ്ങുന്നത് കഴിഞ്ഞ ഒരു
ജൂലൈ മാസത്തിലാണ് ഞാൻ ഇൻസ്റ്റയിലൊക്കെ ആക്റ്റീവാണ്. അതിന് മുന്നേ ഒരു 5-6 ഫോട്ടോസ് കിടപ്പുണ്ടെന്നല്ലാതെ ഞാൻ അതിനകത്തൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമൊക്കെ ആയപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് മൈഗ്രെയിനൊക്കെ ഉണ്ടായി. നമ്മൾ പെരയ്ക്കകത്ത് തന്നെ ഈ ജോജിയെ സ്കൂളിൽ വിട്ട് കഴിയുമ്പം ഒന്നും ചെയ്യാതെ വീട്ടിലെ പണി കഴിഞ്ഞാൽ വേറൊരു പണിയില്ല, ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. അപ്പം വെറുതെ ഇൻസ്റ്റയിലൊരു 2-3 വീഡിയോ ഇട്ടു. ആ വീഡിയോക്ക് നല്ല ലൈക്കും ഒക്കെ വന്നപ്പം വെറുതെ ഒരു രസം, നമുക്ക് ആരായാലും നല്ല കമൻറ്റുകൾ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുമല്ലോ ചെയ്യാൻ. അങ്ങനെ ഒരു കുറച്ച് വീഡിയോകൾ ചെയ്തു പോയി. അപ്പോൾ ഫോളോവേഴ്സ് കൂടി. അപ്പോൾ അങ്ങനെ വന്ന് നമ്മളൊരു ഹോബിക്ക് വേണ്ടിയിട്ടെന്ന് പറയാം ഇൻസ്റ്റ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ നമ്മളൊരു വരുമാനത്തിനെന്ന് വിചാരിച്ചിട്ടൊന്നും ഇൻസ്റ്റ ചെയ്തില്ല. കാരണം ഇൻസ്റ്റയിൽ എനിക്ക് ഒരുപാട് കൊളാബും അതൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാനൊന്നും ഇതുവരെ അങ്ങനെ ഒരു 2-3 കൊളാബേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതെനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒന്നൊരു ഫുഡ് വിയറിൻ്റെ ഷോപ്പിൻ്റെ പരസ്യം, ഒന്ന് ഒരു ഉറുമ്പ് പൊടിയുടെ പരസ്യം. നമ്മുടെ വീട്ടിൽ ആ സമയത്ത് ഭയങ്കര ഉറുമ്പായിരുന്നു അല്ലേടാ. അപ്പോൾ അത് നമ്മൾ ഓൺലൈനിൽ അവരയച്ചു തരട്ടെ എന്ന് ചോദിച്ചു, അയച്ചു തന്നു. നമ്മളത് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഫുഡ് വിയറിൻ്റെ പരസ്യം ചെയ്തു. അപ്പോൾ അത് എനിക്ക് ആകെപ്പാടെ, എൻ്റെ കാല് ഭയങ്കര വലിയ സൈസ് കാലാണ്, ഒരു 41 സൈസൊക്കെയാണ്. അപ്പോൾ എനിക്ക് ചെരുപ്പ് അങ്ങനെ കിട്ടാറില്ല. മൂവാറ്റുപുഴ വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് ആകെ കിട്ടുന്ന ചെരുപ്പെന്ന് പറയുന്നത് ഒരു ചിപ്സിൻ്റെ ചെരുപ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 2 വെള്ളിയുടെ ഒരു സാധാ ചപ്പൽ മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ തോംസണിൽ വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് ചെരുപ്പ് ഞാൻ ഒരു 2-3 വർഷം കൊണ്ട് കുറേ ചെരുപ്പ് വാങ്ങിച്ചല്ലേ ജയ്സ. അപ്പോൾ അതുപോലെ ചെരുപ്പുകൾ കിട്ടി. അപ്പോൾ അവരുടെ ഒരു പരസ്യം വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരുടെ ഒരു പരസ്യം ചെയ്തു. പിന്നെയും എൻ്റെ ഒരു പിക്ചർ ഒരാൾ വരച്ച് തന്നിട്ടൊരു പരസ്യം ചെയ്തു. ഇത് മാത്രമേ ഞാൻ പരസ്യം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റയിൽ ചെയ്തിട്ടുള്ള. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പം സംസാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു പോരുമായിരുന്നു. അപ്പോൾ ചെയ്യാൻ തുടങ്ങിയ സമയം ഒരു ജൂലൈ, അപ്പോൾ കഴിഞ്ഞ ഒരു ജൂലൈ മുതലാണ് നമ്മൾ വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. വീഡിയോസ് ഇടാൻ തുടങ്ങിയ സമയത്ത് മെയ് മാസത്തിൽ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നയാളാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും സംബന്ധിച്ചും അറിയാം, അവർക്ക് 2 വർഷം കൂടുമ്പോഴാണ്, ഒരു 2 വർഷത്തിലൊരിക്കലാണ് ലീവും ഒക്കെ കിട്ടുന്നത്. അപ്പം വന്നിട്ട് പോയ ആൾ ഇനി വരണമെങ്കിൽ അടുത്ത മെയ് മാസം കഴിയും വരണമെങ്കിൽ. അപ്പോൾ അതിനിടയ്ക്ക് ഹസ്ബൻഡ് എന്തിയാ ചേച്ചി എന്ന് ചോദിച്ചാൽ കാണിക്കാൻ എനിക്കൊരു നിർവാഹവും ഇല്ല. പിന്നെ ഇതിനിടയ്ക്ക് നമ്മളൊന്നെങ്കിൽ മെയിൽ അങ്ങോട്ട് പോകുമോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമോ ചെയ്യുമ്പം നമുക്ക് കാണിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ. അങ്ങനെ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ട് വരുന്ന സമയത്താണ് ഒരു യൂട്യൂബ് ചാനലും കൂടെ ആ കൂട്ടത്തിൽ തുടങ്ങിയാലോ എന്നൊരു, അത് നമ്മുടെ താഴത്തെ ടീച്ചറൊക്കെ തന്ന, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ താഴത്തെ ടീച്ചറൊക്കെ തന്നൊരു ഐഡിയ ആണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. അപ്പം നമ്മൾ എന്ത് കണ്ടൻറ്റ് ഇടുമെന്ന് പോലും നമുക്കൊരു ഐഡിയ ഇല്ല. എന്തെങ്കിലും കുക്കിങ്ങോ ഫാമിലി വ്ളോഗോ ആയിട്ട് തുടങ്ങാം, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമ്മളെ സംബന്ധിച്ചൊരു ഒരു കറക്റ്റ് ഒരു കണ്ടൻറ്റായിട്ട് എടുത്താൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ കണ്ടൻറ്റിൽ ഈ ഇപ്പോൾ പോകുന്നത് പോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോകും. അതല്ലാതെ അതിനകത്തൊന്നും ഇപ്പം ഒരാളിൻ്റെ പേഴ്സണൽ കാര്യമാണ് അവർ വീഡിയോയിൽ വരണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പം ഞാനും ജെയ്സനെയൊക്കെ ഞാൻ ഒരുപാട് ആദ്യം നിർബന്ധിച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുത്തു തന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ലാതെ ജോജിക്ക് പിന്നെയും ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ലാതെ അവർ വീഡിയോ ചെയ്യാനായിട്ടൊക്കെ കൂടുന്നുണ്ട്. അങ്ങനെ യൂട്യൂബ് ചാനൽ വീഡിയോ ഒക്കെ ചെയ്തു പോകുന്നു. അപ്പോൾ പിന്നെ ഒരുപാട് പോസിറ്റീവ് കമൻറ്റ് വരാറുണ്ട് കേട്ടോ. ഒരുപാട് പോസിറ്റീവ് കമൻ്റ് ഉണ്ട്. അവരോടൊക്കെ എനിക്ക് നന്ദിയും സ്നേഹവും ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു കഴിവ് കൊണ്ട് മാത്രമൊന്നുമല്ല ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ജെയ്സൺ വീഡിയോ എടുത്ത് തന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ട്, എനിക്കിതിൻ്റെ യാതൊരുവിധ പണി അറിയത്തില്ല. ജോജി ചെയ്യാൻ കൂടും, താഴെ ടീച്ചർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഞങ്ങളുടെ വേറൊരു എക്സ്ട്രാ ക്യാമറാമാൻ ഏതാണെന്ന് എല്ലാവരും ചോദിച്ചിട്ട്, അത് ടീച്ചറിൻ്റെ മോളെ എടുത്തു തരുന്നതാണ്. അങ്ങനെ ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാനിപ്പം ഇതൊക്കെ ചെയ്തു പോകുന്നത്. പിന്നെ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന കുറേ പേരുണ്ട്. അവരോടുള്ള മറുപടി എന്നാന്ന് ചോദിച്ചാൽ, നമുക്കൊരാളിനെ ഇഷ്ടപ്പെട്ടില്ല, അവരുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അത് കാണണ്ടെന്ന് വെക്കുക. നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന വഴിക്ക് നമുക്കതങ്ങ് സ്ക്രോൾ ചെയ്ത് വിടാം, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെക്കാം. എന്തൊക്കെ ഓപ്ഷനുണ്ട്. അങ്ങനെ അങ്ങ് ചെയ്യുന്നതാണ് നല്ലത്. എന്തിനാ നമുക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളിനെ വെറുതെ അവരുടെ ഇൻബോക്സിൽ പോയിട്ട് അവർക്ക് കമൻറ്റ്, ചീത്ത കമൻ്റ് അയക്കുക, തെറിയൊക്കെ അയക്കുന്ന മനുഷ്യരുണ്ട്. ഇപ്പം അവനവൻ്റെ വീട്ടിൽ വിളിക്കുന്ന ഭാഷ വന്നിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വിളിച്ച് പറയുന്നത്
അവരുടെ വീട്ടുകാർക്കും അല്ലെങ്കിൽ ഈ പറയുന്നവർക്കും തന്നെയല്ലേ നാണക്കേട്, നമുക്കല്ലല്ലോ നാണക്കേട്. ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു വീഡിയോ കണ്ടാൽ ഞാൻ അത് അങ്ങ് സ്ക്രോൾ ചെയ്ത് വിടുവോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വീഡിയോ കണ്ടാൽ ഞാനൊരു ഹാർട്ട് അയക്കുകയോ ഒരു ലൈക്ക് ചെയ്യുകയോ അങ്ങനെ ചെയ്യാറുള്ളൂ. അല്ലാതെ നമുക്ക് അവരോടൊരു അഭിപ്രായം പറയേണ്ട, എല്ലാവരുടെയും അവനവൻ്റെ ജീവിതത്തിൽ അവനവൻ തീരുമാനിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിന് നമ്മളൊരു അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല. കൊള്ളാമെങ്കിൽ അഭിപ്രായം പറയുക. വേദനിപ്പിക്കുന്ന കമൻറ്റുകളും മോശം കമൻറ്റുകളും ഒക്കെ ഇട്ട് വെറുതെ ആരെയും വിഷമിപ്പിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അങ്ങനെയാണ് ചെയ്യുക. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഒരു വീഡിയോസോ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ നമ്മുടെ അഭിപ്രായം പറയാം. പക്ഷേ ഒരുപാടങ്ങ് നെഗറ്റീവും വൾഗറും ഈ ചീത്തയും തെറികളും ഒക്കെ ആകുമ്പം എന്തിനാ നമ്മൾ വേറൊരാളിനെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ കാണുന്നില്ല എന്ന് വെച്ചാൽ മതി. ബ്ലോക്ക് ചെയ്യണേ അത് ചെയ്ത് വയ്ക്കുക. അല്ലാതെ ഇതൊക്കെ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പം മോശം കമൻ്റ് ഇടുന്ന ആൾക്കാരെ എന്തോരമാണ്. ഇപ്പം നമ്മൾ തന്നെ കേൾക്കുന്നില്ല, ഈ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് മോശം കമൻ്റ് ഇട്ടവർക്കെതിരെ കേസെടുത്തു, അവർക്കെതിരെ നാട്ടുകാർ കൂടി അവരെ പിടിച്ചു, അങ്ങനെ പിടിച്ചു ഇങ്ങനെ പിടിച്ചു. എന്തിനാ വെറുതെ നമ്മൾ ഒരാൾ ചെയ്യുന്ന കാര്യം കൊണ്ട് നമ്മുടെ വീട്ടുകാരും ഒക്കെ നാണം കെടുകയില്ലേ? എന്തിനാ? നല്ലത് ചെയ്യുകയും പറയുകയും ചെയ്യുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. ഇതൊക്കെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. പിന്നെ ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞത്, ഹസ്ബൻഡ് തീർച്ചയായിട്ടും അടുത്ത വർഷം വരുമ്പോൾ വീഡിയോയിൽ വരുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും. വീഡിയോയിൽ വരുമോ എന്നുള്ള കാര്യം ഉറപ്പൊന്നുമില്ല. അവരൊക്കെ ഈ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല, അവനവൻ്റെ ജോലി ചെയ്ത് ജീവിച്ച് പോകുന്ന ആൾക്കാരാണ്. പിന്നെ എൻ്റെ 1-2 കുക്കിംഗ് വീഡിയോയിലൊക്കെ ഒരു വീഡിയോ കോൾ വിളിക്കുന്നതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുമൊക്കെ ഉണ്ട്, ഫോൺ ഓണാക്കി വെച്ചിട്ട്. അതൊന്നും കാണാത്തവരൊക്കെയാണ് ഈ പറയുന്നത്. പിന്നെ എന്നെ അറിയാവുന്നവരൊന്നുമല്ല ഈ പറയുന്നത്. അപ്പം അവരോടൊരു മറുപടി പറയണമല്ലോ, അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തതാണ്. പിന്നെ Q&A എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മൾ ഈ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെയൊക്കെ Q&A ഒക്കെ കണ്ട് പരിചയം മാത്രമേ ഉള്ളൂ. നമ്മളൊരു Q&A ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നല്ലൊരു എന്നതേലും പറയേണ്ട ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ വന്നില്ല. ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പം നമ്മൾ ആ ക്വസ്റ്റ്യനൊക്കെ സെലക്ട് ചെയ്ത് നല്ല നല്ല വീഡിയോസായിട്ട് ചെയ്യാം. ഇപ്പം ഇത്രയും ക്വസ്റ്റ്യനാണ് വന്നത്. ഈ വന്ന ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ എന്നുള്ള രീതിക്ക് നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ടിട്ടതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്കൊരു ലൈക്ക് തരിക. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ താങ്ക് യു.